അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. ആദരവില്ല, ബഹുമാനില്ല. അത് കുട്ടികൾക്കും ഇല്ല, വലിയ ആൾക്കാർക്കും ഇല്ല. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മലക്കുകളുടെ ഉസ്താദായിരുന്നു. അവനെ അള്ളാഹു പുറത്താക്കി. കാരണം എന്താ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തായി? അഹങ്കാരം കൊണ്ട് നിഷേധിച്ചു, അനാദരവ് കാണിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല, അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത്, അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അത് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ മാതാപിതാക്കള്, ഗുരുവര്യന്മാര്, അതുപോലെ തന്നെ മുതിർന്നവര് തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോട് ഉണർത്തുകയാണ്, അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവരുമായിരിക്കണം. അതാണ് നമ്മുടെ മതം, അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ നാം വഴിപിഴച്ചവരായി മാറും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവ് പല രൂപത്തിലുള്ള അറിവുകളുണ്ട്. ഇൽമുൽ ഗൈബുണ്ട്, അദൃശ്യമായ അറിവുകളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രമേ, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് മാത്രമേ അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുള്ളൂ. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണിത്. ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ്. ഏതൊരു കാര്യവും, എന്ത് കാര്യവും ചോദിച്ചാൽ അതിന് ഉടനടി മറുപടി ഉണ്ടാവുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, അത് വലിയൊരു മഹത്തുള്ള കാര്യമാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. വഴിയിൽ പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണാറില്ല. അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. എന്നാൽ അറിവില്ലാത്തവൻ മരണപ്പെട്ടതോടുകൂടി, അവൻ മരിക്കുന്നത് കൂടി അവനെ ആളുകൾ മറന്നു പോകുന്നതാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകൾ പാലിക്കണം. കാര്യങ്ങൾ ഗൗരവത്തോടെ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക. ഉസ്താദിനെ ബഹുമാനിക്കുക. ഉസ്താദിരിക്കുന്ന കസേരയെ ബഹുമാനിക്കുക. ഉസ്താദിന്റെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുക. അദബുണ്ടായിരിക്കണം. അദബില്ലെങ്കിൽ പഠിക്കുന്ന അറിവ് കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല.
പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നാമൊക്കെ കുട്ടികളാണ്, പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന വലിയ ആളുകളുണ്ടാവാം. വലിയ ആളുകൾ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവരൊക്കെ അറിവ് പഠിക്കുന്ന ആളുകളാണ്. അവരൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, അവസരങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള വഴികളുണ്ടായില്ലാത്തത് കാരണം അവർ എവിടെയും എത്തിയിട്ടില്ല. എങ്കിലും അന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന ആളുകൾ ഒരുപാട് വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും. ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നാം ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല, മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവനായി തീർണമെന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 1,900 മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അല്ലാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും അണ്ഡകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്. അവന്റെ ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്, പടച്ചോൻ തന്നെയാണ്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനിയൊരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകൾ മാത്രമല്ല. അങ്ങനെ നോക്കിക്കാണുന്ന ചിലരുണ്ട്, കേവലം അതൊരു ചടങ്ങുകൾ മാത്രമാണ്. പക്ഷെ അത് ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമില്ല എന്നത് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഈ ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ മുസ്ലിമാവുള്ളൂ. ഇത് പേരിന് മുസ്ലിമും തോന്നിയതുപോലെ നടക്കുക, മുടി മോഡലാക്കി വെട്ടുക, നെരിയാണിക്കടിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽവാസിയെ ചീത്ത വിളിക്കുക, തെറിവാക്കുകൾ ഉപയോഗിക്കുക, സംസ്കാരമില്ലാതെ നടക്കുക, സംസ്കാരമില്ലാതെ സംസാരിക്കുക, ഇതൊക്കെ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുഅ്മിനീങ്ങളെ, മുസ്ലിമാണെന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ചീത്ത വിളിക്കാതെ 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ മുസ്ലിമായ പുരുഷന്മാരും സ്ത്രീകളും നടക്കണം. റോഡിലൂടെ നടന്നു പോകുമ്പോ ഉസ്താദുമാരെ കണ്ട തട്ടം നേരെയാക്കും. പക്ഷേ അതിനേക്കാൾ വലിയ ലോകം തന്നെ പടക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു തആല മുകളിലുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധം ആർക്കില്ല? സ്ത്രീകൾക്കില്ല, മനുഷ്യകുലത്തിന് തന്നെ ഇല്ല. അതൊക്കെ നാം സൂക്ഷിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധമായ മതത്തെ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. قال رسول الله صلى الله عليه وسلم بني الإسلام على 5 شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. ഇസ്രാഇന്റെ രാത്രിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച സമ്മാനം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ ദിവസവും 5 വക്ത നിസ്കാരം നിർബന്ധമാണ്. അത് ചെയ്യുന്നവർക്ക് ഒരുപാട് പുണ്യവുമാണ്, നഷ്ടപ്പെടുത്തുന്നവർക്ക് ശക്തമായ ശിക്ഷയുമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം. നിസ്കരിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠത അള്ളാഹു തആല പറയുന്നു. എന്താണ് പറയുന്നത്? നിസ്കാരം തെറ്റിനെ തൊട്ട് തടയുമെന്ന് അള്ളാഹു പറയുന്നു. ഇത് തെറ്റാവില്ല. ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, യഥാർത്ഥ നിസ്കാരം ഒരാളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തും. നല്ല രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിസ്കാരത്തിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു, വജ്ജഹത്തു, എന്റെ നിസ്കാരം, എന്റെ എല്ലാം അല്ലാഹുവേ, നിനക്കെന്റെ ജീവിതവും, നിനക്ക് പിന്നെ അയാൾ എങ്ങനെ തെറ്റ് ചെയ്യും? ഒരു പണ്ഡിതന്റെ ഭാര്യയോട് ഒരു അയൽവാസി വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടു. ഭാര്യ പണ്ഡിതനോട് ഇതറിയിച്ചു. പണ്ഡിതൻ ഭാര്യയോട് പറഞ്ഞു, അയാളോട് 40 ദിവസം എന്റെ പിറകിലായിട്ട് സുബഹി ജമാഅത്തായി നിസ്കരിക്കാൻ പറയുക. അതിനുശേഷം കാര്യം സാധിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ഭാര്യ അയൽവാസിയോട് കാര്യം പറഞ്ഞു. അയൽവാസി പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുകയോ? ഇല്ല, ഞാൻ വ്യഭിചരിക്കില്ല. ഈ വിവരം ഭാര്യ പണ്ഡിതനോട് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഒരു പരീക്ഷണത്തിലായിരുന്നു. എന്റെ നിസ്കാരമാവുന്നുണ്ടോ എന്നിപ്പോൾ ഞാൻ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിസ്കാരം അയൽവാസിയെ തെറ്റിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പലരും പറയുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ തെറ്റിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ നാം ചിന്തിക്കുക, നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നിസ്കാരം കഴിഞ്ഞ് നാം എങ്ങോട്ട് പോകുന്നു? ഹറാമിലേക്ക്, മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ. നിസ്കാരമാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശുദ്ധി വേണം, അതും വസ്ത്രവും ശരീരവും. ആധുനിക പാന്റുകളുടെ അവസ്ഥ, മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും പോകില്ല. പാന്റിലേക്ക് മൂത്രം വിറ്റുന്നു. പാന്റിനെ വിമർശിക്കുകയല്ല, മാന്യമായ വസ്ത്രമാണ് പാന്റ്. തുണിയേക്കാൾ സുരക്ഷിതമായ വസ്ത്രമാണ്. നിലത്തേക്ക് വലിച്ചു നടക്കുന്നു, നജസിലൂടെ വലിച്ചു നടക്കുന്നു, പള്ളി നജസാക്കുന്നു. ബിരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രം നരകത്തിൽ. ഇസ്ലാമികാധ്യാപനം, ആധുനിക പാന്റ് ഔറത്ത് മറയില്ല. റുക്കൂഇലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നു. പിന്നെ ആ നിസ്കാരം കൊണ്ടെന്ത് കാര്യം? നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കണമല്ലോ, അല്ലാത്ത സമയത്തും ഔറത്ത് മറക്കണം. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ വുളൂ ചെയ്യുന്നു, പക്ഷേ പൂർണ്ണമായി അവയവങ്ങൾ കഴുകുന്നില്ല. പലരും വുളൂ ചെയ്യുമ്പോൾ പൈപ്പിന് ചുവട്ടിൽ വെച്ച ബക്കറ്റിലെ മുസ്തഅമലായ വെള്ളം കൊണ്ടാണ് കാൽ കഴുകുന്നത്. എങ്ങനെ വുളൂ ശരിയാകും? വുളൂ ശരിയാകാതെ എങ്ങനെ നിസ്കാരം ശരിയാവും? ചുരുക്കത്തിൽ ആദ്യമായി നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കം തന്നെ ശരിയാവുന്നില്ല. ഇനി നിസ്കാരത്തിലേക്ക് കടന്നാലോ എന്താണ് അവസ്ഥ? അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ത്യാഗത്തിന്റെ ഇതിഹാസമാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. ഉമ്മു അൻമാർ എന്ന ക്രൂരയായ സ്ത്രീയുടെ അടിമയായിരുന്നു. പകലന്തിയോളം പണിയെടുക്കണം, അതും മൃഗത്തെ പോലെ. അവകാശങ്ങളൊന്നുമില്ല, അടിമയല്ലേ. അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വിളി കേട്ടു. സഹോദര്യത്തിന്റെ മതം, സമത്വത്തിന്റെ മതം തന്നെ സൃഷ്ടിച്ച അള്ളാഹു ജല്ല ജലാലുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു സത്യമതം സ്വീകരിക്കുകയാണ്. ഉമ്മു അൻമാർ ആ വിവരം അറിയുകയാണ്. ഖബ്ബാബിനെ വിളിച്ചു, റളിയല്ലാഹു അൻഹു, ഞാൻ നിന്റെ യജമാനയാണ്. നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. സ്വീകരിക്കുന്നുണ്ടോ?
ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിനീതമായി മറുപടി നൽകുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ എൻ്റെ യജമാനത്തിയാണ്, ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾ കൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും. എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കാൻ എന്നെ അനുവദിക്കണം. ധിക്കാരി, നിന്നെ ഞാൻ അടിച്ചു തകർത്ത് കളയും. അടിമയുടെ ശബ്ദം, അടിയുടെ ശബ്ദം, തൊഴിയുടെ ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരിലാഹില്ല. പിന്നെയും ചോദിക്കുകയാണ്, യജമാനത്തി ചോദിക്കുകയാണ്, നീ മടങ്ങുന്നുണ്ടോ? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല. അങ്ങനെ ഖുറൈശി പ്രമുഖന്മാർ ഒരുമിച്ച് കൂടുകയാണ്. കടുത്ത ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തി. കൽക്കരി കൊണ്ടുവരിക, കത്തിക്കുക, ആ കനലിൽ മലർത്തിക്കിടത്തുക. ശരീരം തീ കനലിൽ കിടന്നൊരുകുമ്പോൾ ഇസ്ലാം ദീനിൽ നിന്ന് മടങ്ങിക്കൊള്ളുമെന്നവർ പറയുകയാണ്. അങ്ങനെ കൽക്കരി കൊണ്ടുവന്നു, നിർത്തിയിട്ടു തീ കത്തിച്ചു. നല്ല കനലായിരുന്നു, അടുത്ത് നിൽക്കാൻ വയ്യ, എന്തൊരു ചൂട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുവന്നു തീക്കനലിൽ കിടത്തി. ഒരു ഭീകരൻ ഓടി വന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മാറിടത്തിൽ കയറി നിന്നു. അനങ്ങാൻ വയ്യ, മനുഷ്യ മാംസം വെന്ത് കരിയുന്ന ഗന്ധം പരന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ശരീരം വെന്തൊരുകി നീരൊഴുകുന്നു, ആ നീര് തട്ടി തീക്കനൽ അണയുന്നു. അങ്ങനെ തീക്കനലണഞ്ഞുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വേദനകൾ അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതനകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും യാതനകളും വേദനകളുമെല്ലാം സഹിച്ചിട്ടും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അങ്ങനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ആരാധനക്കർഹനായിട്ട്. അങ്ങനെ പൊള്ളി വ്രണമായ ശരീരവുമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. പിന്നീട് മുറിവുകൾ ഉണങ്ങി, വലിയ വെളുത്ത പാട് ശരീരത്തിന്റെ പിൻവശത്ത് കാണാം, ത്യാഗത്തിന്റെ മുദ്രകള്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങുന്ന നാമമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പിൽക്കാലത്ത് സത്യവിശ്വാസികൾ അത്ഭുതത്തോടെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുമായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തോർത്ത് കാലഘട്ടം വിസ്മയം കൊള്ളുന്നു. പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തുമ്പോൾ ശത്രുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, മരണം സംഭവിക്കാതിരിക്കാൻ. അടിമകൾ മരിച്ചു പോയാൽ അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. സ്വതന്ത്രനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവരുടെ ഖബീലക്കാർ കലഹത്തിന് വരും, അത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും, ഇസ്ലാമിനും മുഹമ്മദിനും ഗുണമായി ഭവിക്കുകയും ചെയ്യും. എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു ശത്രുക്കൾ ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഒരുപാട് വേദനകൾ സഹിച്ചിട്ടും, ഒരുപാട് യാതനകൾ സഹിച്ചിട്ടും, വെന്തുരുകിയിട്ട് പോലും ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ദീനിൽ നിന്ന് പിന്മാറിയില്ല. ഇതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗം. ഈ ത്യാഗം, ഇത്രയും ത്യാഗം നമുക്കില്ലെങ്കിലും കുറച്ചെങ്കിലും ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സത്യമതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ റളിയല്ലാഹു അൻഹു. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ. ഇടയ്ക്കിടെ നായാട്ടിന് പോകും. ധീരനായ യോദ്ധാവും നായാട്ടുകാരനും. ഒരു ദിവസം നായാട്ടിന് പോയി വൈകുന്നേരം മടങ്ങി വരികയാണ്. വഴിയിൽ വച്ചൊരു പരിചാരികയെ കണ്ടു. അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അവരുടെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി എന്നർത്ഥത്തിൽ പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, താങ്കൾ ധീരനാണ്, യോദ്ധാവാണ്, എന്നിട്ട് എന്ത് കാര്യം? എന്താ കാര്യം? ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു. താങ്കളുടെ സഹോദര പുത്രനില്ലേ മുഹമ്മദ്, അബൂജഹൽ എന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്?
ഹംസ ഒന്ന് ഞെട്ടി. മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട്, പക്ഷേ അതിൽ ചേർന്നിട്ടില്ല. അബൂജഹൽ എന്തു ചെയ്തു? ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു. വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു, പിന്നെ തലയിൽ മണ്ണ് വാരിയിട്ടു. താങ്കൾ അത് കാണണമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ അത് കണ്ടോ? അതെ, ഞാൻ കണ്ടു. എനിക്ക് വലിയ ദുഃഖം തോന്നി. ഞാനൊരു അബലയല്ലേ, കണ്ടു സഹിക്കാനല്ലേ കഴിയൂ. ഹംസയുടെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. ഈ ധിക്കാരം പൊറിപ്പിച്ചുകൂടാ? തന്റെ സഹോദര പുത്രന്റെ തലയിൽ മണ്ണ് വാരിയിടാൻ ഇവൻ എന്തധികാരം? കയ്യിൽ അമ്പുവില്ലുമാണ്. നേരെ കഅബയുടെ അടുത്തേക്ക് കുതിച്ചു. പ്രമുഖന്മാർ പലരും ഇരിക്കുന്നു. അബുൽ ഹക്കം ഇടിവെട്ടുമ്പോൾ ഒരു വിളി, നീ എന്റെ സഹോദരപുത്രനെ ആക്രമിച്ചുവല്ലേ? വില്ലുകൊണ്ട് തന്നെ കിട്ടിയൊരടി. അബുൽ ഹക്കം, നീ എന്തിനെന്റെ സഹോദരപുത്രനെ ആക്രമിച്ചു? ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനാണോ? എന്ത് തെറ്റിനാണോ നീ മുഹമ്മദിനെ ആക്രമിച്ചത്? അബുൽ ഹക്കം, എന്നാൽ ഇതാ കേട്ടോളൂ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും അവന് യാതൊരു പങ്കുകാരനില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. ഖുറൈശി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി. എന്തൊരു പ്രഖ്യാപനം! ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടി എണീറ്റു. അബൂജഹൽ അവരെ തടഞ്ഞു. ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ്. അതിലുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത്. സാരമില്ല, ഹംസയുടെ കോപം നടങ്ങട്ടെ. ഹംസയെ ആക്രമിച്ചാൽ യാതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂജഹലിനറിയാം. അതൊരു വലിയ കലഹമായി മാറും. അത് അബൂജഹൽ അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായകമാകും. അതൊഴിവാക്കണം. ഹംസ നേരെ പ്രവാചകന്റെ സമീപത്തെത്തി. താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അറിയിച്ചു. ദാറുൽ അർഖമിൽ സന്തോഷം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹിതനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ജാഹിലിയ്യ കാലത്ത് എഴുത്തും വായനയും ശീലിച്ചവർ വളരെ കുറവായിരുന്നു. അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അധികായനും ധീരനും. ഇസ്ലാമിലെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്നു ചർച്ച നടത്തി. ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മുഹമ്മദിനെ വധിക്കുക. അനന്തരഫലങ്ങൾ, പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നോക്കണ്ട എന്നുള്ള ചർച്ചയിലങ്ങനെ എത്തിയിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ബനു മഖ്സൂം ഗോത്രം, ആ ഗോത്രക്കാർ ബിംബാരാധകരാണ്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങുമായിരുന്നു. ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും. യാസിർ യമൻ സ്വദേശിയാണ്. മക്കത്ത് വന്ന് താമസമാക്കി. യാസിറിന്റെ ഭാര്യ സുമയ്യ, മക്കൾ അമ്മാർ, അബ്ദുള്ള എല്ലാവരും അടിമകളായിരുന്നു. ഗോത്രത്തിന് വേണ്ടി പണിയെടുക്കുക, അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ദാരിദ്ര്യം തന്നെ, അതിൽ നിന്ന് മോചനമില്ല. കാരണം അടിമകളല്ലേ. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി വരുന്നത്, ഇസ്ലാം ദീനിലേക്കുള്ള വിളി വരുന്നത്. ഇഹലോകത്തും പരലോകത്തും വിജയമാണ്. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക. അതിനെന്ത് തടസ്സം? യാസിർ കുടുംബം ചർച്ച ചെയ്തു. ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിങ്ങളായി. പ്രകാശം മൂടി വയ്ക്കാനാവില്ലല്ലോ. യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനു മഖ്സൂം ഗോത്രം അറിഞ്ഞു. അവരെല്ലാവരെയും പിടികൂടി. യാസിറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്ന് മടങ്ങണം. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി. ഞങ്ങൾ വിശ്വസിച്ചു. സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കാൻ വലിയ ധിക്കാരമായിരുന്നു. ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കണ്ട. അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ്. ബനൂ മഖ്സൂം അത് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ലാത്തയിലേക്കും മനാത്തയിലേക്കും മടങ്ങണം. ബനൂ മഖ്സൂമിന്റെ കൽപ്പനയാണിത്.
ബനൂ മഖ്സൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികേടും കാണിച്ചിട്ടില്ല, വിശ്വാസവഞ്ചന നടത്തിയിട്ടില്ല. മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും. ഇതിൽ എവിടെയാണ് തെറ്റ്? പെട്ടെന്ന് അടിപൊട്ടി പറഞ്ഞതിനനുസരിച്ചാൽ മതി. തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ധിക്കാരികൾ, നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു തരാം. അടിയും തൊഴിയും ബോധം കെടും വരെ യാസിർ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചു. ഭാര്യയായ സുമയ്യ റളിയല്ലാഹു അൻഹുവും മർദ്ദനം ലഭിച്ചു. മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനമാണ്. ഇരുമ്പിന്റെ കവചം കൊണ്ടുവരികയാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിനെ അത് ധരിപ്പിച്ചു. ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു. ഇരുമ്പിന്റെ കവചം ചൂട് പിടിപ്പിച്ചു. അതിനകത്ത് മനുഷ്യ ശരീരം ചൂടുകൊണ്ട് കരിയാൻ തുടങ്ങി. തൊലി കരിഞ്ഞ മണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആ ശരീരം പുറത്തെടുത്തു. തളർന്നു പോയിരുന്നു, നേരെ നിൽക്കാനാകുന്നില്ല. നീ മുഹമ്മദിന്റെ മതം കൈവടിയുമോ? കാരുണ്യവാനായ അള്ളാഹുവേ, എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ. വിശ്വാസം പതറിപ്പോകാതെ കാത്തു രക്ഷിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ. ഉള്ളൊരു കഴിയ പ്രാർത്ഥനയാണ്. എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ല എന്ന് ശത്രുക്കൾ പറയുകയാണ്. വെള്ളത്തിൽ തല പിടിച്ചു താഴ്ത്തി, ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ശിരസ്സു പിടിച്ചുയർത്തി മുഖത്തടിച്ചു. സന്ധ്യാ നേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചു കൂരയുടെ സമീപത്തെ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്നു. ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു. യാസിർ കുടുംബമേ, ക്ഷമ കൈകൊള്ളുക. നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു. ക്ഷമ പ്രവാചകൻ അത്രയും പറഞ്ഞു നടന്നുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മല്ലന്റെ കഥയാണിത്. ഒരു മല്ലയുദ്ധത്തിൽ പേരെടുത്ത ആൾ, മക്കർക്കാർക്ക് സുപരിചിതൻ. പേര് റുഖാന. ജോലി ഗുസ്തിയാണ്. നല്ല ആരോഗ്യവാന്മാരും മെയ് വഴക്കം വന്നവരും റുഖാനയെ വെല്ലുവിളിക്കും. റുഖാന വെല്ലുവിളി സ്വീകരിക്കും. അതോടെ ജനശ്രദ്ധ ആകർഷിക്കും. ആകാംക്ഷ പരക്കും. ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും. ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാത്ത ജനം വന്നു ചേരും. അങ്ങനെ പോർവിളി ഉയരുകയായി. കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും. ജനം നോക്കി നിൽക്കെ റുഖാന എതിരാളിയെ എടുത്തെറിയും. പ്രതിയോഗി നിലം പരിശയായി. റുഖാന വിജയം വരിക്കുന്നു. ജനം മാർത്ത് ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെ ആരവം. റുഖാനയെ തോൽപ്പിക്കാനാവില്ല. ഒരു മല്ലനും റുഖാനയോട് വിജയിക്കില്ല. മക്കക്കാർ അങ്ങനെ വിശ്വസിച്ചു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലഞ്ചെരിവിലൂടെ നടന്നു വരികയായിരുന്നു. മനം നിറയെ ചിന്തകൾ, വിനയം നിറഞ്ഞ മുഖം. പതിയെ നടക്കുന്നു. എതിർദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു. ഗുസ്തിക്കാരൻ റുഖാന ആ നടപ്പ് തന്നെ കാണണം. നെഞ്ചു വിരിച്ചു നീണ്ട കൈകൾ വീശി അങ്ങനെ പോരാളിയെ പോലെ നടന്നു വരികയാണ്. റുഖാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല. പെട്ടെന്ന് മാറിക്കളയും. റുഖാൻ അടുത്തെത്തി. മുഖത്തു ധിക്കാര ഭാവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മല്ലന്റെ മുഖത്തേക്ക് നോക്കി മന്ദഹസിച്ചു. മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ. അങ്ങനെ ലോകത്തിന്റെ നായകൻ ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി. റുഖാന, താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക. സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. റുഖാന ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു. അല്പനേരത്തെ സംവാദം.
സംവാദം ഗുസ്തിയിലെത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ശരി, ഗുസ്തിക്ക് തയ്യാർ. റുഖാന പ്രഖ്യാപിച്ചു, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം, റുഖാന പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖാനയും തമ്മിൽ ഗുസ്തിയാണ്. കേട്ടവർക്കെല്ലാം അതിശയം, ശത്രുക്കൾക്ക് തമാശ. ആളുകൾ കൂടിക്കൂടി വന്നു, ഗോത ഒരുങ്ങി, മൽപുടത്തും തുടങ്ങി. പ്രതിയോഗികൾ ഏറ്റുമുട്ടി. ഇത് വിചാരിച്ചതുപോലെയല്ല. അൽ അമീൻ ചില്ലറക്കാരനല്ലല്ലോ, നല്ല മല്ലൻ തന്നെ, ശക്തനും തന്നെ. നിമിഷങ്ങൾ കടന്നുപോയി. അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരുന്നു. ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി. റുഖാനയതാ മലർന്നിടിച്ച് വീണ് കിടക്കുന്നു. വീണ് കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റുഖാന പറഞ്ഞു, ഒരു പരാജയം, അത് സാരമില്ല, ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? ഈ വെല്ലുവിളി സ്വീകരിക്കാമോ? ഒരിക്കൽ കൂടിയാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. വീണ്ടും ഗുസ്തി, ശക്തമായ ഏറ്റുമുട്ടൽ. ശത്രുക്കൾ ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്നു. വീണ്ടും ഞെട്ടൽ. റുഖാന വീണ്ടും തളർന്നു വീണു. ഈ പരാജയം കാര്യമാക്കേണ്ട, ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ? റുഖാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ തയ്യാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. മൂന്നാം തവണയും ഏറ്റുമുട്ടി. ഉഗ്രമായ ഗുസ്തിയായിരുന്നു അത്. ആളുകൾ നോക്കി നിന്നു. റുഖാന വീണ്ടും പരാജയപ്പെട്ടു. ഇത്തവണ റുഖാൻ നിശബ്ദനായി. റുഖാന, നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. റുഖാനയുടെ ചുണ്ടുകൾ ചലിച്ചു. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചു കൊള്ളുന്നു. അങ്ങനെ റുഖാന റളിയല്ലാഹു അൻഹു എന്ന വല്ല യുദ്ധവീരൻ ഇസ്ലാമിന്റെ വിനീതനായ അനുയായിയായി തീർന്നു. ഇതാണ് റുഖാനയുടെ ചരിത്രം. ഗുസ്തിക്കാരനൊരു മല്ലന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും വിനയമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ വേദിയിൽ ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും, വയസ്സായവർക്കും വയസ്സാവാത്തവർക്കും എല്ലാവർക്കും കൂട്ടുകാരുണ്ടാവും. ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായി ആയിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. നാം കഞ്ചാവിന് അടിമകളാകും, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകും. ആയതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരന്മാരെ കണ്ടെത്തണം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണത് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിനും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാവുകയുള്ളൂ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തനബിയുടെ തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാമൊക്കെ പഠിച്ചിട്ടില്ലേ? അത് അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ, കൂട്ടുകാർ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയേക്കാം.
പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല. കൂട്ടുകാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ബൈക്കിൽ കറങ്ങുകയാണ്. യുവാക്കള് ബൈക്കിലെങ്ങനെ കറങ്ങുകയാണ്. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ 2 മണിയുടെ സമയത്തും 3 മണിയുടെ സമയത്തും കൂട്ടുകാർ, യുവാക്കൾ എവിടെയില്ല, വീട്ടിനുള്ളിലില്ല. അവരെങ്ങനെ കറങ്ങുകയാണ്, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്, മയക്കുമരുന്നിന്റെ ഉപയോഗം നടത്തുകയാണ്. അങ്ങനെയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുവത്വമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടുകാരെയൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വിശ്വാസികളെ, മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനുമാണ് അല്ലാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 1,00,000-ലധികം പ്രവാചകന്മാർ വന്നുപോയി. ആദ്യ മനുഷ്യനായ ആദം നബിയെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയത്. ജനം തെറ്റിലേക്ക് ഒഴിമാറിക്കൊണ്ടിരിക്കുന്നപ്പോഴൊക്കെ അല്ലാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ജീവിത ലക്ഷ്യം മനുഷ്യർ വിസ്മരിച്ചപ്പോഴൊക്കെ ഇത് ആവർത്തിച്ചു പോന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിനും ദേശത്തിനും യോജ്യമായ പ്രബോധനങ്ങളാണ് നടത്തിയത്. ആരും അടങ്ങിയിരിക്കുന്നവരായിരുന്നില്ല. അങ്ങാടികളിലും ആഘോഷവേദികളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. പ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകന്മാരെ പൂമാലയിട്ടായിരുന്നില്ല ജനം സ്വീകരിച്ചത്, മർദ്ദനങ്ങൾ കൊണ്ടാണ് വരവേറ്റിരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നും ആരാധ്യനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നും അവർ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപ്രമാണിമാർക്കും ഗ്രാമമുഖ്യന്മാർക്കും ആൾ ദൈവങ്ങൾക്കും ഇതൊന്നും ദഹിച്ചിരുന്നില്ല. അവർ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. എല്ലാ മുഅ്ജിസത്തുകൾ കൊണ്ട് അവർ നേരിട്ടു. പ്രവാചകന്മാർ നമുക്കെന്നും മാതൃകയാണ് സഹോദരങ്ങളെ. അവർ നടത്തിയ ദൗത്യം നാം ആണിപ്പോൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾക്ക് ഈ ആഘോഷങ്ങളും നമ്മുടെ നബിദിനാഘോഷങ്ങളും നമ്മുടെ വേദികളൊക്കെ നാം എന്താക്കണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വഴിപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയിൽ സാഹോദര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയെയും കാണേണ്ടത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരസ്പരം അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടെന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതിന് മികച്ച ഉദാഹരണമാണ് മദീന നിവാസികൾ മക്ക നിവാസികളോട് കാണിച്ചത്. നാടും വീടും വിട്ട് തിരുനബിക്കൊപ്പം ഹിജറ വന്നവരെ മദീനക്കാർ ഏത് വിധമാണ് സുഹൃത്തുക്കളെ വരവേറ്റത്. 2 ഭാര്യമാരുള്ളവർ ഒരാളെ മൊഴി ചൊല്ലി സഹോദരന് കെട്ടിച്ചു കൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് നൽകി. മറ്റു ചിലർ വീട്ടിലെ തന്നെ ഓരോ മുറികൾ സഹോദരന്മാർക്ക് ഒഴിഞ്ഞുകൊടുത്തു. വസ്ത്രവും ഇരിപ്പിടവും ഇപ്രകാരം നൽകി. അങ്ങനെ ലോകത്തിൽ തന്നെ മഹത്തായ ഒരു സഹോദരനെ മാതൃക അവർ കാണിച്ചു തന്നു.
പ്രവാചകർ മുത്തുനബിയുടെ മാതൃകയുടെ ഭാഗമായിരുന്നു ഇത്. ഇതേ പ്രകാരം ഇന്നും ചെയ്യണമെന്നല്ല നാം പറയുന്നത്, മറിച്ച് അല്പമെങ്കിലും സാമ്യപ്പെടാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ അവർ പോലും പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും അവരെ മുസ്ലിമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാത്തവരാണ് ചിലരെങ്കിലും എന്തിനു പറയണം, മഹാനായ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പോലും മതത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുന്നവരല്ലേ ചില ഇസ്ലാമിസ്റ്റുകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നാം പരസ്പരം അറിഞ്ഞും അറിയിച്ചും സഹോദരന്മാരാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ മഹത്തായ ആഘോഷം, അതായത് നബിദിനാഘോഷം, അത് മഹത്തായ വേദിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുനബിയെയും അവിടുത്തെ സ്വഹാബി വര്യന്മാരുടെയും മാതൃക നമുക്കെന്നും പ്രചോദനമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന വഴിയിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറെ നൊമ്പരത്തിലായിരുന്നു പ്രവാചക തിരുമേനി. സംരക്ഷകരുടെ നഷ്ടം, പീഡനങ്ങളുടെ വിരഹവേദനകൾ, തന്റെ ഇഷ്ടദാസനെ അങ്ങനെ വേദനിപ്പിച്ചുകൂടെന്ന് സൃഷ്ടാവ് തീരുമാനിക്കുന്നു. അതിനായി ഭൗമലോകത്ത് പ്രവാചക തിരുദൂതർക്കൊരു സ്നേഹവിരുന്നൊരുക്കി. മഹാത്ഭുതങ്ങളുടെ ലോകത്തേക്ക് അതിശയോക്തമായൊരു പ്രയാണം. ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വഴി ദൂരവും പിന്നിട്ട് 7 ആകാശവും കടന്ന് തിരിച്ചെത്തുക. അത്യാധുനിക കണ്ടുപിടുത്തങ്ങളുടെ വിജയകാലത്ത് പോലും അസാധ്യമായൊരു യാത്ര. അതാണ് ഇസ്റാ മിഅ്റാജ്. തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ചുറ്റുഭാഗവും ബർക്കത്ത് നൽകിയ മസ്ജിദുൽ അഖ്സ വരെ രാത്രിയിൽ പ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ വിവരണത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കാം: മസ്ജിദുൽ ഹറാമിൽ നിന്നും അഖ്സ പള്ളി വരെയുള്ള യാത്ര, ഇതത്ര ഇസ്റാ. ഒരൊട്ടകത്തിന് 1 മാസക്കാലം നടന്നെത്താനുണ്ട് അഖ്സയിലേക്ക്. തിരിച്ചും അതേ സമയം വേണം, അതായത് 2 മാസത്തെ ഒട്ടകയാത്ര. ഇവിടേക്കാണ് ഒരു രാത്രി കൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തത്. തീരുന്നില്ല, ഇനി മിഅ്റാജ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ 7 ആകാശവും പിന്നിട്ട് സിദ്റത്തുൽ മുൻതഹയിലെത്തി. പ്രത്യേക സ്ഥലത്ത് അള്ളാഹുമായി കണ്ടുമുട്ടി തിരിച്ചെത്തുന്നു. വായുമണ്ഡലത്തിന്റെ പരിധികൾ ഭേദിച്ച് പ്രവാചകരുടെ പ്രയാണം. 7 ആകാശവും പിന്നിട്ടുള്ള യാത്ര. ഇതിനിടെ ഓരോ ആകാശങ്ങളിലും പൂർവ്വ പ്രവാചകരുടെ ആതിഥ്യം. സ്വാഗതമോദാൻ മാലാകമാരുടെ കൂട്ടം. വർണ്ണാലങ്കൃതമായി അണിയിച്ചുരുക്കിയ സിദ്റത്തുൽ മുൻതഹ. ജീവലോകത്ത് ഇനിയും അത്ഭുത പ്രതിഭാസമായി നിൽക്കുന്ന ബുറാക്കിലാണ് തിരുദൂതർ പോകുന്നത്. കൂട്ടുകാരനായി ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ട്. ഓരോ ആകാശവും കടന്നു ചെല്ലുന്നത് പ്രത്യേക വിഭാഗങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയാണ്. കൂട്ടുയാത്രക്കാരന് പ്രവേശന പരിധി ഉണ്ടായിരുന്നു. ബഹ്റുൻ നൂർ അവിടം വരെ അനുഗമിക്കാനേ ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രവാചകർ തനിച്ച് അള്ളാഹുവിനെ ദർശിക്കുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുൽ, അത് മുതൽ കാഴ്ചയുടെയും അഭിവാദനത്തിന്റെയും സംഗമം. തിരിച്ചു പോരുമ്പോൾ സമുദായത്തിന് സൃഷ്ടാവിന്റെ സമ്മാനമുണ്ട്. ദിനം പ്രതിയുള്ള നിസ്കാരം അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കയാത്ര ആരംഭിക്കുന്നു. വഴിയിൽ മൂസാ നബിയെ കണ്ടുമുട്ടി. അദ്ദേഹം വിവരങ്ങൾ ആരാഞ്ഞു. അള്ളാഹുവിന്റെ അരികിൽ തിരിച്ചു ചെന്ന് ലഘൂകരിച്ചു തരണമെന്നാവശ്യപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അനുഭവ പാഠവും മൂസാ നബി അലൈഹിസ്സലാം തിരുദൂതർക്ക് മുമ്പിൽ നിരത്തി. 5 ചുരുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടർന്നു. എന്നിട്ടും പോരെന്നായിരുന്നു മൂസാ നബിയുടെ പക്ഷം. പക്ഷേ 10ാം തവണയും ഇക്കാര്യം ആവശ്യപ്പെട്ടു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് കൂട്ടാകിയില്ല. ഒടുവിൽ 5-ൽ ഉറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു. യാത്രക്കിടയിൽ ഒട്ടേറെ അത്ഭുത കാഴ്ചകൾക്ക് അവിടുന്ന് സാക്ഷിയായി. ചിലത് ഇവിടെ കുറിക്കാം. ചെമ്പ് നിർമ്മിതമായ നഖമുള്ള ഒരു വിഭാഗത്തിനരികിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു. അവർ നെഞ്ചും മുഖവും മാന്തി കീറുന്നു. പ്രവാചകൻ ജിബ്രീലിനോട് കാര്യം തിരക്കി. മറ്റുള്ളവരുടെ അഭിമാനം പിച്ചിച്ചീന്തിയവരാണ് അവർ എന്ന് മറുപടി നൽകി. മറ്റൊരു കൂട്ടരെ കണ്ടു. അവർ അവരുടെ തലകൾ പാറക്കല്ലിൽ അടിച്ച് തകർക്കുന്നു. പൊട്ടിപ്പിളർന്ന തല പൂർവ്വസ്ഥിതിയിലെത്തുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു. നിർബന്ധിത നിസ്കാരങ്ങൾ
നിർവഹിക്കാൻ മടിയുള്ളവരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. വേറെ ഒരു വിഭാഗത്തിലൂടെ നടന്നു പോയപ്പോൾ വെന്ത് പാകമായ രുചിയുള്ള മാംസച്ചട്ടിയുണ്ട് മുമ്പില്. മാംസച്ചട്ടിയുടെ മുമ്പിൽ പാകമാകാതെ ചീഞ്ഞ മാംസച്ചട്ടിയും ഉണ്ടരികില്. രുചിയുള്ളത് വിട്ട് ചീഞ്ഞ മാംസം തിന്നുകയാണ് അവർ ചെയ്യുന്നത്. അനുവദനീയമായ ഭാര്യയെയും ഭർത്താവിനെയും വിട്ട് അന്യരെ സമീപിക്കുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ പ്രതീകമാണെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തത്. വേറൊരു കാഴ്ച പ്രവാചകരെ അത്ഭുതപ്പെടുത്തി. ഭൂമിയിലെത്തിയ ശേഷം ജിബ്രീലുമായി യാത്രാനുഭവം പങ്കുവച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് പ്രത്യേകം ചോദിച്ചറിഞ്ഞു. വാനലോകത്ത് തന്നെ സർവരും പുഞ്ചിരിച്ചു സ്വാഗതമോദി. പക്ഷേ ഒരാൾ മാത്രം അതിന് അപവാദമായി കണ്ടു. ജിബ്രീൽ പറഞ്ഞു, അത് നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കാണ്. അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ആരോടെങ്കിലും ചിരിക്കുമായിരുന്നുവെങ്കിൽ അങ്ങയോട് ചിരിക്കേണ്ടതായിരുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട്. അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ. അലസമായി തള്ളുന്ന പല കണക്കുകളിൽ ഇതും ഇടം പിടിച്ചതുകൊണ്ടാവാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗം വാണം കണക്കേ കുതിക്കുകയാണെന്ന്. ചില കണക്കുകളുമായി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. നാഷണൽ കമ്മീഷൻ ഓഫ് മൈൽഡ് റൈറ്റ്സ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഉത്ബുദ്ധ കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് പുകവലിക്കുന്നവരും അതാസ്വദിക്കുകയും ചെയ്യുന്നവർ 73%, മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ 60%. 5-നും 18-നും ഇടയിൽ പ്രായമുള്ള 119 പേരെ പഠന വിധേയമാക്കിയാണ് കമ്മീഷൻ ഈ കണക്ക് സാംസ്കാരിക കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പിൽ ഈ കണക്കുകൾ കേവലം ഞെട്ടൽ മാത്രമാണ്. പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ, നാണിച്ചു തലകുനിക്കുക. മറ്റൊരു സംഭവം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിവർത്തിവെക്കുകയാണ്. 13 വയസ്സുകാരൻ 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ സാംസ്കാരിക കേരളം വായിച്ചും കേട്ടതും തള്ളിയാണ്. അത് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. ലഹരിയുടെ മാസ്മരിക ലഹരിയിൽ പയ്യൻ കാണിച്ച വേലയെ പഠന വിധേയമാക്കിയ ഡോക്ടർ സിംഗ് പറഞ്ഞത് ലഹരി ഉപയോഗം കാരണം 13-കാരൻ 35-കാരന്റെ ചിന്താശരണിയിലേക്ക് എത്തിയെന്നാണ്. 3-ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നും മദ്യക്കുപ്പി സ്കൂൾ വരാന്തയിൽ വീണിടഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഹാൻസും പൻപരാഗും നാടുവാഴുകയാണെന്ന്. നിരോധനങ്ങൾ പേരിന് മാത്രമാണെന്നത് ആർക്കും അറിയുന്ന രഹസ്യം മാത്രമാണ്. നമ്മുടെ കലാലയ പരിസരങ്ങൾ ഇന്ന് ലഹരി മാഫിയകളുടെ പിടിയിൽ ഒതുങ്ങിയിട്ടുണ്ട്. LP മുതൽ മേൽപോട്ടുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി വളർന്നു വരികയാണ്. സാംസ്കാരിക സമ്പന്നതയും ഭാവിയും ലക്ഷ്യമിട്ടാണ് ഏതൊരു രക്ഷിതാവും കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത്. എന്നാൽ കേൾക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും ജീർണതയുടെ നാറുന്ന രംഗങ്ങളാണ്. കഞ്ചാവ് വേട്ടയുടെ വിവരണങ്ങളില്ലാതെ ഇന്ന് പത്രങ്ങളൊന്നും ഇറങ്ങുന്നില്ല. പിടിക്കപ്പെടുന്നവരിൽ നിന്നും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളാണെന്ന് സത്യമല്ലേ? സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി ലഹരി മാഫിയ നാട് വിറപ്പിക്കുമ്പോൾ പിടിച്ചു കൊട്ടേണ്ടവർ മൗനം പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൗമാരത്തെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും പ്രതികൾ? രക്ഷിതാക്കളാണോ, സഹപാഠികളാണോ, സമൂഹമാണോ? ആരായിരിക്കും? അതേ, ഇപ്പറഞ്ഞ ഓരോരുത്തരും തന്നെ എന്ന് തീർത്തും പറയാനാവും. രക്ഷിതാക്കളുടെ പങ്ക് വിസ്മരിച്ചുകൂടാ. ചീത്ത കൂട്ടുകെട്ട് കാരണമാകുന്നുണ്ട്. സമൂഹത്തിന്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ അശ്രദ്ധ, അവരുടെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസം, ഇതൊക്കെ കൗമാരക്കാരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട്. ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരുത്തരെ പിടിച്ചു കൊടുത്താൽ തന്നെ രക്ഷിതാക്കളെ നിഷേധിച്ചിരിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടുകൾ എത്രയോ സാക്ഷിയായിട്ടുണ്ട്. ഇതുതന്നെയാണ് പിന്നീട് കുട്ടികളെ കനത്ത ലഹരിയുടെ ഉടമകളാക്കി മാറ്റുന്നത്. ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. കുട്ടികൾ, രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം, മാതാപിതാക്കളുടെ കലഹം, ലഹരിയുടെ ലഭ്യത,
കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവാനുള്ള ആവേശം, സുലഭമായി എവിടെയും കിട്ടുന്ന ലഹരി, ഇതൊക്കെ ലഹരി വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവക്കെല്ലാം തടിയിടാനായാൽ മാത്രമേ സാമൂഹ്യ വിപത്തിനെ നാടുകടത്താനാവൂ. അതിനെ ആര് വിചാരിക്കണമെന്നതാണ് പ്രശ്നം. ഭരണം നടത്തുന്ന അധികാരികളാണോ, പോറ്റി വളർത്തുന്ന രക്ഷിതാക്കളാണോ, ഇവരെയെല്ലാം സഹിക്കുന്ന സമൂഹമാണോ? ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ. ഭാവി തലമുറയെ ഷണ്ഡീകരിച്ചുകൊണ്ട് കൂടാഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മകൾ രംഗത്ത് വരട്ടെ. ആരോഗ്യമുള്ള ഒരു ജനത അങ്ങനെ പിറവികൊള്ളട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെ കുറിച്ച് ഞാൻ അല്പം പറയാം. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽപക്ക ബന്ധങ്ങളും ഊട്ടി ഉറപ്പിച്ച് വേണം സൗഹാർദ്ദങ്ങൾ ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണല് ലഭിക്കും. സൗഹാർദ്ദങ്ങൾ സ്ഥാപിക്കുന്നതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാനാകും. പുണ്യപുരുഷന്മാരെ സന്ദർശിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നബി തങ്ങൾ സ്വഹാബാക്കളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ഇതര മതസ്ഥരോട് നമുക്ക് സൗഹാർദ്ദം വേണോ, പക്ഷേ അത് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തിയിട്ടാവരുത്. രോഗിയെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. നബി തങ്ങൾ യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ അവനെ കാണാൻ പോവുകയും അവനെ തലോടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി കാണാം. ബന്ധുക്കളെ കാണലും അയൽവാസികളുടെയും മറ്റു വീടുകൾ സന്ദർശിക്കലും ഏറെ ആവേശത്തോടെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായി? സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയല്ലേ സമൂഹത്തിലുള്ളത്? അയൽവക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നെന്ന് വിവരമറിയാൻ പത്രങ്ങൾ പരതേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? ആയതിനാൽ മഹാനായ നബിയെ നാം ഓർക്കുമ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതും കാണിച്ചു തന്നതുമായ സൗഹാർദ്ദങ്ങൾ നിലനിർത്തുന്നതിന് നാം ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആധുനിക സംവിധാനങ്ങളുടെ കാലത്ത് അവയൊന്നും കേവലം ഒരു ഫോൺ കോളിൽ നിർത്തിത്തൂക്കരുത്. ഇത്തരം വേദികൾ അതിനുള്ള പ്രചോദനങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ഈ നിറഞ്ഞ വേദിയിൽ മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്റെ ലക്ഷ്യം. ഇതര ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യൻ വ്യത്യസ്തനാണെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. തിന്നുക, കുടിക്കുക, കുടുംബവുമായി കഴിഞ്ഞുകൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യേതര ജീവികളിലെല്ലാം ഉണ്ട്. കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. അത് മറ്റുള്ള ജീവികൾക്ക് കഴിയില്ല. ഇത്തരം കഴിവുകളുള്ള മനുഷ്യൻ കേവലം മൃഗതുല്യം ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിന് നിർബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്ക് ചില നിയമവ്യവസ്ഥകൾ നിർമ്മിച്ചത്. എന്ത് തിന്നണം, എങ്ങനെ പെരുമാറണം തുടങ്ങി എന്തിനും സൃഷ്ടാവ് ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്.
അത് തന്നെയാണ് മനുഷ്യന്റെ സംസ്കാരം. തോന്നിയതുപോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുക എന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോക്കൂ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ചില സംസ്കാരങ്ങൾ നമ്മെ നാണിപ്പിക്കുന്നില്ലേ? നാൽക്കാലികളെ പോലെ നടന്നതിൽ നിന്നോ അങ്ങനെ ഒരു കൂട്ടർ ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വസ്ത്രമണിഞ്ഞ് അങ്ങാടികളിലൂടെ ഉലാത്തുന്നു. അങ്ങനെ മറ്റൊരു വിഭാഗം വന്യജീവികളെ പോലും നാണിപ്പിക്കും വിധം തെരുവിൽ കൂത്താടുന്നു. അങ്ങനെ വേറൊരു കൂട്ടർ ഇവരൊക്കെ മനുഷ്യർ തന്നെ എന്ന് പറയേണ്ടി വരുന്നല്ലേ എന്ന് ഓർക്കുമ്പോഴാണ് ദുഃഖം. ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികമായി മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തെ പറ്റിയാണ്. വിദ്യാഭ്യാസമില്ലായ്മയല്ല ഇതിന്റെയൊക്കെ കാരണം, മറിച്ച് മൂല്യവത്തായ ജ്ഞാനം, അറിവ് അസ്തമിച്ച് പോയത് കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വിവേകം വികാരങ്ങൾക്ക് വഴിമാറി വരുന്ന പുത്തൻ കാലത്താണ് നാമൊക്കെ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും നന്നായി ഓർത്തിരിക്കുക. സ്വന്തം ബുദ്ധി പണയം വെച്ച് കണ്ടവന്റെ പുളിച്ച സംസ്കാരം നാം പിന്തുടരാതിരിക്കുക. പുണ്യപുരുഷന്മാരുമാണെന്ന് നാം ഓർക്കുക. അവരെ മാതൃകയാക്കി നമുക്ക് ഉത്തമ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇനി നമുക്ക് മിഅ്റാജിന്റെ കഥ പറയാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലൊരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിയെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദീർഘമായ ഒരു യാത്രക്കുള്ള ഒരുക്കമാണ്. യാത്രയ്ക്ക് വേണ്ടി മൃഗത്തെ കൊണ്ടുവന്നു. കഴുതയേക്കാൾ വലിപ്പമുണ്ട്. കോവർ കഴുതയേക്കാൾ ചെറുതാണ്. വെളുത്ത നിറമാണ്. ഒരു അത്ഭുത ജീവിയാണ്. പേര് ബുറാഖ്. അതിൽ കയറി യാത്ര തുടങ്ങി. പെട്ടെന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. പ്രവാചകന്മാർ സാധാരണ മൃഗങ്ങളെ ബന്ധിക്കുന്ന ഒരു കവാടമുണ്ട്. ആ കവാടത്തിൽ ബുറാഖിനെ കെട്ടിയിട്ടു. മസ്ജിദുൽ അഖ്സായിൽ പ്രവേശിച്ചു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞു പുറത്തു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ 2 പാനപാത്രങ്ങൾ വെച്ചു. ഒന്നിൽ പാലാണ്, മറ്റൊന്നിൽ മദ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് സ്വീകരിച്ചു. അതിനുശേഷം ആകാശാരോഹണം ആരംഭിച്ചു. 1-ാം ആകാശത്തെത്തി. കാവലിരിക്കുന്ന മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവേശാനുമതി ആവശ്യപ്പെട്ടു. താങ്കളുടെ കൂടെ ആരാണ്? മലക്കിന്റെ ചോദ്യം. ജിബ്രീൽ മറുപടി പറയുകയാണ്, അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തിന്റെ നായകന് സ്വാഗതം, അഷ്റഫുൽ ഖൽഖിന് സ്വാഗതം. ഒരാൾ അവിടെ ഇരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. മാനവകുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമാണിത്. അഭിവാദ്യം ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിവാദ്യം ചെയ്തു. പ്രത്യഭിവാദ്യം എന്ന നിലക്ക് ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉന്നതനായ പുത്രന് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വാഗതം. പിന്നീട് 2-ാം ആകാശത്തെത്തി. അവിടെയും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും നടന്നു. യഹ്യാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടു, അഭിവാദ്യം ചെയ്തു. 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. 5-ാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 6-ാം ആകാശത്തെ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. കണ്ടുമുട്ടിയ എല്ലാ പ്രവാചകന്മാരെയും അഭിവാദ്യം ചെയ്തു. അവർ പ്രവാചകനെ സ്വാഗതം ചെയ്തു. പിന്നെ സിദ്റത്തുൽ മുൻതഹയെത്തി. ജിബ്രീൽ അലൈഹിസ്സലാം പിരിഞ്ഞു. ഇനി ഒറ്റയ്ക്കുള്ള യാത്രയാണ്. സർവശക്തനായ അള്ളാഹുവുമായി സംഭാഷണം നടത്തൂ. അങ്ങനെ നടന്നു. അഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ. തിരികെ യാത്ര ആരംഭിച്ചു. 6-ാം ആകാശത്ത് വെച്ച് മൂസാ അലൈഹിസ്സലാമിനെ വീണ്ടും കാണുന്നു. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും എന്തൊരു സമ്മാനവുമായിട്ടാണ് താങ്കൾ വരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. ദിവസേന 50 വക്ത് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താങ്കളുടെ സമുദായത്തിന് 50 വക്ത് നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല, മടങ്ങിപ്പോവുക, എണ്ണം കുറച്ചു തരാൻ ആവശ്യപ്പെടുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. 5 നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടി. 45 നേരത്തെ നിസ്കാരവുമായി വന്നു. 50 നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടിയിട്ട് 45 ദിവസത്തെ നിസ്കാരവുമായി വന്ന് തെറിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇത് വളരെ ബുദ്ധിമുട്ടാണ്, മടങ്ങിപ്പോവുക. 50ഉം 45ഉം നിങ്ങളുടെ സമുദായത്തിനെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. 9 തവണ ഇത് ആവർത്തിച്ചൊടുവിൽ 5 നേരത്തെ നിസ്കാരവുമായി വന്നു. വീണ്ടും പോകാൻ മൂസാ നബി അലൈഹിസ്സലാം നിർബന്ധിച്ചതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. ഇനിയും മടങ്ങിപ്പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി, 5 നേരത്തെ നിസ്കാരത്തിന് 50 നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട്. 1 നേരത്തെ നിസ്കാരത്തിന് 10 ഇരട്ടി പ്രതിഫലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വർഗലോകം, ആ സ്വർഗലോകം ലഭിക്കാൻ ക്ഷമ കൈകൊള്ളണം. ബനൂ മഖ്സൂം ദിവസങ്ങളോളം മർദ്ദനം തുടരുകയാണ്. അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു പോയിരിക്കുകയാണ്. ശ്വാസ തടസ്സം നേരിട്ടിരിക്കുകയാണ്. മുറിവുകളിലൂടെ രക്തം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മർദ്ദനത്തിനിടയിൽ യാസിർ റളിയല്ലാഹു അൻഹു മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു, അവനിലേക്കു തന്നെ മടക്കപ്പെടും. അടുത്ത ഇര സുമയ്യ ബീവിയാണ്. ബനൂ മഖ്സൂം അബൂ ജഹലിനോട് പറഞ്ഞു, ധിക്കാരിയായ യാസിറിന്റെ ഭാര്യയാണിവൾ. ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇവളുടെ പേര് സുമയ്യ എന്നാണ്. അവന്റെ മതത്തിൽ നിന്ന് ഇവളെ മടക്കിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അക്കാര്യം ഞാൻ ഏറ്റു. ഇവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും. സുമയ്യയും കൊണ്ട് അബൂജഹല് പോയി. അബൂജഹലിന്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യ റളിയല്ലാഹു അൻഹായുടെ ശരീരത്തിൽ അനുപതിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു. ഇനിയൊരു മടക്കമില്ല. അങ്ങനെ വീണ്ടും മർദ്ദനം. അബലയായ പെണ്ണിന്റെ മുമ്പിൽ തോൽക്കുകയില്ല. മൂർച്ചയേറിയ കുന്തവുമായി വന്നു. സുമയ്യ റളിയല്ലാഹു അൻഹായെ വലിച്ചഴിച്ചു താഴെയിട്ടു. ശരീരം മലർത്തിയിട്ടു. കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി. കുന്തമുയർന്നു. ശക്തിയായ ഒരു കുത്ത് നാവിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ചു. കുന്തമ്മ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി. ചോര തെറിച്ചു. മണൽ തരികൾ ചുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തളർന്ന ചുണ്ടുകളുടെ മന്ത്രം. ആത്മാവ് പറന്നുപോയി. ചലനമറ്റ ശരീരം മണൽപ്പരപ്പിൽ അനാഥമായി കിടന്നു. ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹാ. അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു. അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിന്റെ സേവനങ്ങൾ വളരെ മഹത്തായതാണ്. ലുബൈന റളിയല്ലാഹു അൻഹാ ഒരു അടിമ പെൺകുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം. ശക്തനായ ഉമർ ലുബൈനയെ കഠിനമായി മർദ്ദിച്ചു. തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചത് ഇങ്ങനെയായിരുന്നു, യജമാനൻ താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്. എട്ടിപ്പോയി ധീരനായ ഉമർ റളിയല്ലാഹു